ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ബുധന് ഇളയിൽ ജനിച്ച പുരൂരവസ് രാജാവിൻ്റെ കഥയാണ്. ഈ സ്കന്ധത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ സുദ്യുമ്നൻ എന്ന രാജാവ് എങ്ങനെയാണ് ഇള എന്ന സ്ത്രീയായി രൂപാന്തരം പ്രാപിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇളയിൽ പുരൂരവസ് ജനിച്ചു. ഒരിക്കൽ ശ്രീ നാരദ ദേവർഷി ഇന്ദ്രസഭയിൽ വെച്ച് പുരൂരവസിൻ്റെ സൗന്ദര്യവും മഹിമയും ഐശ്വര്യവും മറ്റും വർണ്ണിക്കുകയുണ്ടായി. ഇത് കേട്ട ഉർവശി ദേവിക്ക് അദ്ദേഹത്തോട് ആകർഷണം തോന്നി. ഉർവശിയാണെങ്കിൽ മിത്രവരുണന്മാരുടെ ശാപത്താൽ ഭൂമിയിൽ മനുഷ്യലോകത്ത് ജീവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അതിനാൽ ഉർവശി പുരൂരവസിൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹമാകട്ടെ ദേവന്മാർക്ക് മാത്രം സേവിക്കാൻ സാധിക്കുന്ന ആ സൗന്ദര്യധാമത്തിൽ അത്യധികം അനുരക്തനായി തീർന്നു. തൻ്റെ ജീവിതത്തിലേക്ക് എന്നേക്കുമായി ക്ഷണിക്കുകയും ചെയ്തു. ശാപകാലാവധി കഴിയുമ്പോൾ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അതിനാൽ ഉർവശി 2 നിബന്ധനകൾ വെച്ചു. 1, തൻ്റെ സന്താനങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന 2 ആട്ടിൻകുട്ടികളെ രാജാവ് സംരക്ഷിക്കണം. 2, സ്വകാര്യ കേളി നിമിഷങ്ങളിലല്ലാതെ രാജാവിനെ വിവസ്ത്രനായി കാണാൻ ഇടയാകരുത്. കൂടുതലൊന്നും ചിന്തിക്കാതെ പുരൂരവസ് ഈ കണ്ടീഷൻസ് അംഗീകരിച്ചു. അങ്ങനെ ഏറെക്കാലം സന്തോഷമായി അവർ കഴിഞ്ഞു. ഇനി ഈ കഥയുടെ പാഠങ്ങൾ എന്താണെന്ന് നോക്കാം. 1, ഹിഡൻ അജൻഡാസ് ഇൻ റിലേഷൻഷിപ്സ് എന്ന് പറയും. അതായത് പലരും പല റിലേഷൻഷിപ്സിലും കടക്കുമ്പോൾ ഉള്ളിൽ പല വേണ്ടാത്ത ഹീനമായ വിചാരങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ചിന്തകളോടെയായിരിക്കും ചില റിലേഷൻഷിപ്സിലേക്ക് കടക്കുന്നത്. 2, ഇല്യൂഷൻ ഓഫ് കൺട്രോൾ. ഇവിടെ പുരൂരവസ് വിചാരിച്ചത് ഉർവശിയുടെ നിബന്ധനകൾ വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ അമിതമായ ആത്മവിശ്വാസമാണ് ഇവിടെ അദ്ദേഹത്തിന് പ്രശ്നമുണ്ടാക്കുന്നത്. 3, ദ പവർ ഓഫ് ഡിസയർ എന്ന് പറയും. അതായത് ഇദ്ദേഹത്തിന് ഉർവശിയുടെ സൗന്ദര്യം എത്രയോ ഉയർന്നതായിട്ട്, അല്ലെങ്കിൽ എത്രയോ പ്രാപിക്കാൻ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിനെ പെട്ടെന്നൊരു ചാഞ്ചല്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ 4-മതായിട്ട് ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്. എന്തൊക്കെ പറഞ്ഞാലും ഉർവശി ഒരിക്കലും പുരൂരവസിൻ്റെ കൂടെ എന്നും ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഒരാളല്ല. എന്തായാലും വിട്ടുപോകും എന്നുള്ള ഉറപ്പോടെ വന്നിരുന്ന വ്യക്തിയാണ് ഉർവശി. അപ്പോൾ ഇവിടെ പുരൂരവസ് വല്ലാത്തൊരു ഡില്യൂഷനിലാണ്, അല്ലെങ്കിൽ ഒരു മായയിലാണ് പുരൂരവസ് ജീവിച്ചത്. 5-മത് കോഷൻ ഇൻ കമ്മിറ്റ്മെൻറ്റ്സ്. ഇവിടെ നമ്മൾ എന്ത് കാര്യത്തിലും ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അത് എത്രത്തോളം നമ്മൾക്ക് സാധിക്കുന്നതാണ് എന്നും കൂടെ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെയാണ് ഈ കഥ റെലവൻ്റ് ആകുന്നത് എന്നുള്ളതാണ്. പുരൂരവസിനെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു അട്രാക്ഷൻ, ലോങ് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കോൺസിക്വൻസസ്, ഇതൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു ചാടി പല ബന്ധങ്ങളിലേക്കും ചെന്ന് വീഴാറുണ്ട്. അങ്ങനെ അന്ധമായ ഒരു ആരാധന, അന്ധമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ആശ്രയം, ഇതെല്ലാം മനുഷ്യൻ്റെ റിലേഷൻഷിപ്സിനെ അല്ലെങ്കിൽ ബന്ധങ്ങളെ വല്ലാതെ മോശമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ ഭാഗവതം ഈ കഥയിൽ കൂടെ നമ്മളോട് എങ്ങനെയാണ് സെൽഫ് അവെയർനെസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് മനുഷ്യരുടെ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു പാഠമാണ് തരുന്നത്. എല്ലാവർക്കും നന്ദി. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.